കൃഷിയും സാങ്കേതികവിദ്യയും കൈകോർക്കുന്ന ഒരു പുതിയ കാലത്തേക്കാണ് ഇന്ന് നമ്മൾ എത്തിച്ചേരുന്നത്. കുറഞ്ഞ സ്ഥലത്തും വെള്ളം ഫലപ്രദമായി ഉപയോഗിച്ച് ചെയ്യുന്ന ആധുനിക കൃഷിരീതികൾ ഇന്ന് കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. ഹൈഡ്രോപോണിക്സും അക്വാപോണിക്സും പോലുള്ള രീതികൾ കൃഷിയെ കൂടുതൽ വ്യത്യസ്തമായ തലത്തിലേക്ക് എത്തിക്കുകയാണ്. ഇത്തരം നവീന കൃഷിരീതികളെക്കുറിച്ച് അടുത്തറിയാനാണ് ഇന്നത്തെ യാത്ര. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആധുനിക കൃഷിരീതികൾ പ്രായോഗികമായി നടപ്പിലാക്കി പുതുമ സൃഷ്ടിക്കുന്ന ഒരു കർഷകന്റെ പ്രവർത്തനങ്ങളെയാണ്. ഹൈഡ്രോപോണിക്സും അക്വാപോണിക്സും ഉപയോഗിച്ച് എങ്ങനെ ഭാവിയുടെ കൃഷിയെ കൂടുതൽ സുസ്ഥിരവും ഫലപ്രദവുമാക്കാം എന്ന് നമുക്ക് അടുത്തറിയാം. ഹൈഡ്രോപോണിക്സ് കൃഷിയിലൂടെ പ്രകൃതി സൗന്ദര്യവും നവീനവുമായ കൃഷിരീതി പിന്തുടരുന്ന യുവ കർഷകനാണ് ഷൈജു സർ. ജൈവ കൃഷിയിലൂടെ വിഷരഹിതമായ പച്ചക്കറികൾ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഷൈജു സാറിനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമുക്ക് ഈ അക്വാപോണിക്സിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു തരാമോ? നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യുന്ന അക്വാപോണിക്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്വാപോണിക്സിൽ കൂടെ തന്നെ മണ്ണില്ലാത്തൊരു കൃഷി രീതിയാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത്. മീനും പച്ചക്കറിയും ഒരേപോലെ വളർത്തുന്നൊരു സമ്പ്രദായമാണ്. നമുക്ക് മീൻ തീറ്റി മാത്രം കൊടുത്താൽ മതി. അതിന്റെ കാഷ്ടം വെച്ചാണ് നമ്മൾ പച്ചക്കറി കൃഷിയെല്ലാം ചെയ്യുന്നത്. ഇത് സാധാരണ കൃഷിയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണെന്നൊന്ന് സാധാരണ കൃഷിയിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയുമ്പോൾ മണ്ണില്ലാതെയാണ് ചെയ്യുന്നത്. പിന്നെ മണ്ണിനകത്ത് വെക്കുന്നതിനെക്കാട്ടിയും നല്ല ഗ്രോത്തിൽ പച്ചക്കറി എല്ലാം കിളിക്കുന്നുണ്ട്. ഇവിടെ ഇത് ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു? കൃഷിയോടുള്ള താല്പര്യമാണ് മെയിനായിട്ട്. നമ്മൾ ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുകയാണ്. ഇപ്പോൾ ഒരു 8 വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. 8 വർഷമായിട്ടല്ലേ? ഈ മണ്ണില്ലാതെ എങ്ങനെ ചെടികളൊക്കെ വളരുന്നതിനെ കുറിച്ച് പറയാമോ? മണ്ണിനെക്കാട്ടി നല്ല ഗ്രോത്തിലാണ് അക്വാപോണിക്സിനകത്ത് ചെടികളെല്ലാം വളരുന്നത്. മണ്ണിന്റെ കംപ്ലൈന്റുകളൊന്നും ഇതിനെ ബാധിക്കത്തില്ല. ഈ അക്വാപോണിക്സിനകത്ത് മീനിന്റെ വെള്ളം കയറി ഇറങ്ങുന്നതോടുകൂടി അതിന്റെ വേര് നനച്ചാൽ കൂടുകയാണ്. മണ്ണിനകത്തെ കംപ്ലൈന്റുകളൊന്നും ഇതിനകത്ത് വരത്തില്ല. ഈ വെള്ളത്തിന്റെ ഒക്കെ ഉപയോഗം സാധാരണ കൃഷിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കുറവാണ്? വെള്ളത്തിന്റെ ഉപയോഗം ഭയങ്കര കുറവാണ്. അത് നമുക്ക് ഒരു വട്ടം നിറച്ചിടുന്ന വെള്ളം നമുക്ക് ഒരു വർഷത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെള്ളം റീസൈക്ലിംഗ് ചെയ്താണ് വരുന്നത്. ചെടിക്കെല്ലാം പോയിട്ട് വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് തിരിച്ച് ഈ കുളത്തിൽ തന്നെ വരും. വളർത്തുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് ചെയ്യുന്നത് വെണ്ട, പയറ്, പാവല്, ചീര, വീട്ടിലേക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ ഇവിടെ ഉത്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഹൈഡ്രോപോണിക് കൃഷിയുടെ പ്രധാന പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹൈഡ്രോപോണിക്സിന്റെ പ്രത്യേകിച്ച് ഒരുപാട് ചെറിയ സ്ഥലത്ത് നമുക്ക് ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റും. മറ്റേതിനെ അപേക്ഷിച്ച് നമ്മൾ പകുതി സ്ഥലം മതി. ഒരുപാട് വളങ്ങളൊന്നും ചെയ്യണ്ട. എല്ലാം ഇതിനകത്ത് തന്നെ ഇതിന്റെ അമോണിയ മൊത്തം പിടിച്ചെടുത്തിട്ട് വെള്ളം ഫിൽറ്റർ ചെയ്ത് തിരിച്ചു വരികയും ചെയ്യും. വ്യതിയാനങ്ങൾ ഈ കൃഷി എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇതിനെ കാലാവസ്ഥ പ്രത്യേകിച്ച് ഒന്നും ബാധിക്കാറില്ല. എപ്പോഴും നമ്മൾ 24 മണിക്കൂറും വെള്ളവും വളവും ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെ കാലാവസ്ഥയായിട്ട് ബാധിക്കുന്നൊരു പ്രശ്നം ഉണ്ടാകാറില്ല. കീടനാശിനികളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കീടനാശിനികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കുളത്തിൽ കിടക്കുന്ന മത്സ്യത്തെ ബാധിക്കും. നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഹൈഡ്രോപോണിക്സിൽ പ്രധാന വെല്ലുവിളികളെന്ന് പറയുമ്പോൾ ഇതിനകത്ത് കീടനാശിനികളൊക്കെ കയറാറുണ്ട്. അത് നമ്മൾ ഒഴിവാക്കി വിടുകയാണ് സാധാരണ ചെയ്യുന്നത്. അല്ലാതെ വേറെ കെമിക്കൽസ് ഒന്നും അടിക്കാറില്ല. കെമിക്കൽസ് അടിച്ചു കഴിഞ്ഞാൽ മീൻ ചത്തുപോകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത് നഗരങ്ങളിലൊക്കെ ഇത് എത്രമാത്രം യൂസ്ഫുൾ ആണ്? നഗരങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. കാരണം ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് വരെ ചെയ്യാവുന്നൊരു സംവിധാനമാണിത്. ഇതൊക്കെ ചിലവ് കൂടുതലാണോ? ചിലവ് അത്യാവശ്യം ഉണ്ടാവില്ല. എത്രയൊക്കെ? അല്ല, നമുക്ക് സാധാരണതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ എക്സ്പെൻസീവ് ആണോ എന്നുള്ളത് അങ്ങനെ ആണല്ലേ? ഇപ്പം എന്തെങ്കിലും വൈദ്യുതി മുടക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യും?
ആദ്യമൊക്കെ വൈദ്യുതി മുടങ്ങുമ്പോൾ നമ്മുടെ മീനൊക്കെ ചത്തുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ പിന്നെ സോളാർ വെച്ചിപ്പോൾ കറണ്ട് പോകാത്തൊരു സംവിധാനത്തിലോട്ട് ചെയ്തിരിക്കുകയാണ്. 8 വർഷമായി ഫീൽഡിലെന്നല്ലേ പറഞ്ഞത്. അപ്പം ഈ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്ന് ശരിക്കും പറയാമോ? മെയിനായിട്ട് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. പലവട്ടം പല പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മളതിനെയൊക്കെ തരണം ചെയ്ത് കൊണ്ടുപോകണം. അത്യാവശ്യം സാമ്പത്തികം നോക്കാത്ത രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. സാർ, ഈ മേഖലയിൽ പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്നവർ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഞാൻ പ്രത്യേകിച്ച് പരിശീലനത്തിനൊന്നും പോയിട്ടില്ല. ഞാൻ കുറച്ച് ചെയ്ത് ലാസ്റ്റ് യൂട്യൂബിൻ്റെ സഹായത്തോടെയാണ് ഈ ഹൈഡ്രോപോണിക്സും അക്വാപോണിക്സും എല്ലാം ഞാൻ ചെയ്തത്. ആരുടെയും സഹായം ഇല്ലാതെ തന്നെയാണ് നമ്മൾ കുറച്ചായിട്ട് ചെയ്തിപ്പോൾ അത്യാവശ്യം നല്ല വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവരോട് നൽകാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്? കൃഷി ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷേ ആരും ഇതിന് ഇറങ്ങാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇറങ്ങിയിട്ട് നിർത്തുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഈൽഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കീടനാശിനികൾ കൊണ്ടെല്ലാം നശിച്ചു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങൾ കൊണ്ട് പലരും നിർത്തുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് സമയവും ഇല്ല, സ്ഥലവും ഇല്ല, അത്യാവശ്യം സാമ്പത്തികവും ഇല്ലാത്ത. പിന്നെ നമ്മളൊരു പാഷൻ്റെ പുറത്ത് ഇതിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഹൈഡ്രോപോണിക്സ് കൃഷിയെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരോട് പറയാനുള്ളത് എന്താണ്? ഹൈഡ്രോപോണിക്സ് കൃഷി എന്ന് പറയുന്നത് നല്ലൊരു സമ്പ്രദായമാണ്. കാരണം നമുക്ക് ചെറിയ സ്ഥലത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മുടക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് പൈസ ചിലവ് അത്യാവശ്യം വരുന്നില്ല. നമ്മുടെ ഈ മത്സ്യത്തിൻ്റെ കാഷ്ടം ഉപയോഗിച്ചാണ് വെള്ളം കയറി ഇറങ്ങിയാണ് മൊത്തം ഇതിന് വളമാക്കുന്നത്. വേറെ വളമൊന്നും നമ്മൾ ചെയ്യാറില്ല. സാർ, ഈ മേഖലയിൽ ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഈ മേഖലയിൽ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമ്മളുടെ മട്ട്പാവ് കൃഷിക്കകത്ത് ജില്ലാ ബേസിൽ 3ാം സ്ഥാനം ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ 3ാം സ്ഥാനം മട്ട്പാവ് കൃഷിക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ട് തന്നെ വാങ്ങിച്ചെടുത്തായിരുന്നു. മറ്റ് പുരസ്കാരങ്ങളെ പറ്റിയിട്ട് വേറെ കൃഷിഭവൻ്റെയും അല്ലാതെ അത്യാവശ്യം ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റുകളെല്ലാം നമ്മൾ പച്ചക്കറിക്ക് തന്നെ വളമാക്കുകയും വിടുകയാണ്. സാധാരണ വേസ്റ്റുകളെല്ലാം റോഡിൽ കൊണ്ട് തട്ടുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇവിടുത്തെ വേസ്റ്റുകൾ മൊത്തം നമ്മൾ ഇവിടെ തന്നെ ഡിസ്പോസ് ചെയ്യുന്ന സംവിധാനമാണ് ചെയ്തത്. ഹൈഡ്രോപോണിക്സ് എന്നത് മണ്ണ് ഉപയോഗിക്കാതെ വെള്ളത്തിലൂടെ സസ്യങ്ങൾ വളർത്തുന്ന ഒരു ആധുനിക കൃഷിരീതിയാണ്. സാധാരണ കൃഷിയിൽ ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷേ ഹൈഡ്രോപോണിക്സിൽ ആ പോഷകങ്ങൾ വെള്ളത്തിൽ കലർത്തി നേരിട്ട് ചെടികളുടെ വേരുകളിലേക്ക് നൽകുന്നു. ഇതിൽ ആദ്യം ഒരു ടാങ്കിലോ പൈപ്പിലോ വെള്ളം നിറയ്ക്കും. അതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലുള്ള ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ചേർക്കും. ശേഷം ചെടികളെ ചെറിയ നെറ്റ് കപ്പുകളിലോ ഗ്രോ ബാഗുകളിലോ വെച്ച് ആ വെള്ളത്തോട് ബന്ധിപ്പിക്കും. ഇങ്ങനെ ചെടികളുടെ വേർ നേരിട്ട് പോഷകസമൃദ്ധമായ വെള്ളത്തിലെത്തും. ഒരു മോട്ടോർ ഉപയോഗിച്ച് ഈ വെള്ളം സ്ഥിരമായി സഞ്ചരിപ്പിക്കും. അതുകൊണ്ട് ചെടികൾക്ക് എല്ലായ്പ്പോഴും ആവശ്യമായ വെള്ളവും പോഷകങ്ങളും ലഭിക്കും. കൂടാതെ സൂര്യപ്രകാശമോ LED ലൈറ്റുകളോ ഉപയോഗിച്ച് ചെടികൾക്ക് വേണ്ട പ്രകാശവും നൽകും. ഇങ്ങനെ നിയന്ത്രിതമായ രീതിയിൽ കൃഷി ചെയ്യുന്നതിനാൽ കുറച്ച് സ്ഥലത്ത് കൂടുതൽ വിളവ് ലഭിക്കും. വെള്ളത്തിന്റെ ഉപയോഗവും വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഹൈഡ്രോപോണിക്സ് ഒരു മികച്ച സ്മാർട്ട് ഫാമിംഗ് രീതിയായി മാറുന്നത്.
അക്വാഫോണിക്സ് എന്നത് മത്സ്യകൃഷിയും സസ്യകൃഷിയും ഒരുമിച്ച് ചേർത്ത് നടത്തുന്ന ഒരു സ്മാർട്ട് ഫാമിംഗ് രീതിയാണ്. ഇതിൽ മത്സ്യങ്ങളും ചെടികളും പരസ്പരം സഹായിച്ചുകൊണ്ടാണ് വളരുന്നത്. ആദ്യം ഒരു ടാങ്കിൽ മത്സ്യങ്ങളെ വളർത്തും. മത്സ്യങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും അവയുടെ മാലിന്യങ്ങളും വെള്ളത്തിൽ കലരും. ഈ വെള്ളത്തിൽ അമോണിയ പോലുള്ള ഘടകങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് പ്രത്യേക ബാക്ടീരിയകൾ ഈ അമോണിയയെ ചെടികൾക്ക് ആവശ്യമായ നൈട്രേറ്റുകളാക്കി മാറ്റും. അതിനുശേഷം ഈ പോഷകസമൃദ്ധമായ വെള്ളം പൈപ്പുകളിലൂടെയോ ഗ്രോ ബാഗുകളിലൂടെയോ ചെടികളിലേക്ക് എത്തിക്കും. ചെടികൾ വെള്ളത്തിലെ പോഷകങ്ങൾ സ്വീകരിച്ചു വളരും. അതോടൊപ്പം വെള്ളം സ്വാഭാവികമായി ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. ശുദ്ധമായ വെള്ളം വീണ്ടും മത്സ്യ ടാങ്കിലേക്ക് തിരികെ എത്തിക്കും. ഇങ്ങനെ ഒരു ചക്രം പോലെ സംവിധാനം തുടർച്ചയായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് വെള്ളത്തിന്റെ ഉപയോഗം കുറയുകയും രാസവളങ്ങളുടെ ആവശ്യം ഇല്ലാതാവുകയും ചെയ്യുന്നു. കുറഞ്ഞ സ്ഥലത്ത് മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും ഒരുമിച്ച് നടത്താൻ കഴിയുന്നതിനാൽ അക്വാഫോണിക്സ് ഇന്ന് മികച്ച സുസ്ഥിര കൃഷിരീതിയായി മാറിയിരിക്കുകയാണ്.